ശബരിമലയിൽ ഇന്നു മുതൽ വിർച്വൽ ക്യൂ സ്പോട്ട് ബുക്കിംഗ് സംഖ്യയിൽ നിയന്ത്രണം. വിർച്വൽ ക്യൂ വഴി പ്രതിദിനം 50,000 പേർക്കും സ്പോട്ട് ബുക്കിംഗ് വഴി 5,000 പേർക്കും മാത്രമാണ് ദർശനത്തിന് അനുമതി. പമ്പയിൽ പ്രവർത്തിച്ചിരുന്ന സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രങ്ങൾ ഇന്നു മുതൽ നിലയ്ക്കലാവും പ്രവർത്തിക്കുക. മണ്ഡല മകരവിളക്ക് സീസണിൽ ഇതുവരെ ശബരിമലയിൽ ദർശനം നടത്തിയ തീർത്ഥാടകരുടെ എണ്ണം 41 ലക്ഷം കടന്നു. മകരവിളക്കിനോടടുക്കുന്ന ദിവസങ്ങളിൽ വലിയ ഭക്തജന തിരക്കാണ് ശബരിമലയിൽ അനുഭവപ്പെടുന്നത്. തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി വെർച്വൽ ക്യൂ സ്പോട്ട് ബുക്കിംഗ് സംഖ്യ ദേവസ്വം ബോർഡ് നിജപ്പെടുത്തി. ഇന്നു മുതൽ 13 വരെ വെർച്വൽ ക്യൂ വഴി പ്രതിദിനം 50,000 പേർക്ക് മാത്രമേ പ്രവേശനം അനുവദിക്കൂ. സ്പോട്ട് ബുക്കിംഗ് വഴി 14 വരെ 5,000 പേർക്കും പ്രവേശനം അനുവദിക്കും. വെർച്വൽ ക്യൂ മകരവിളക്ക് ദിവസമായ ജനുവരി 14-ന് 40,000-ആയും 15-ന് 60,000-ആയും നിയന്ത്രിച്ചിട്ടുണ്ട്. പമ്പയിൽ പ്രവർത്തിച്ചിരുന്ന സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രങ്ങൾ ഇന്നു മുതൽ നിലയ്ക്കലാവും പ്രവർത്തിക്കുക. ദർശനം കഴിഞ്ഞ് മടങ്ങുന്നവരും സ്പോട്ട് ബുക്കിങ്ങിനെത്തുന്നവരും കൂടുമ്പോൾ പമ്പയിലുണ്ടാവുന്ന വലിയ തിരക്കൊഴിവാക്കാനാണ് കേന്ദ്രങ്ങൾ നിലയ്ക്കലേക്ക് മാറ്റിയത്. അതേസമയം പെട്ടെന്നുള്ള അറിയിപ്പായതിനാൽ തീർത്ഥാടകർക്ക് ആശങ്ക ഉണ്ടാവാനും സാധ്യതയുണ്ട്. ചെറുവാഹനങ്ങളിലെത്തുന്ന തീർത്ഥാടകർ സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രം മാറ്റിയതറിയാതെ നേരിട്ട് പമ്പയിലെത്താനും ഇടയാകും. ജനുവരി 15 മുതൽ സ്പോട്ട് ബുക്കിംഗ് രാവിലെ 11 മണിക്ക് ശേഷം മാത്രമേ ഉണ്ടാവൂ എന്നും ദേവസ്വം ബോർഡ് അറിയിച്ചു. എത്തുന്ന തീർത്ഥാടകർക്ക് സുഗമമായ ദർശനമൊരുക്കുമെന്ന് ശബരിമലയുടെ ചുമതലയുള്ള ADM അരുണസ് നായർ പറഞ്ഞു. ഭക്തർ എത്തിക്കഴിഞ്ഞാലും അവർക്ക് വേണ്ട സുഗമമായിട്ടുള്ള ദർശനം ഒരുക്കുന്നതിനുള്ള സാഹചര്യമാണ് നിലവിൽ ശബരിമലയിലുള്ളത്. മാത്രമല്ല, അതിനു വേണ്ടിയിട്ട് പോലീസ് ഉൾപ്പെടെയുള്ള എല്ലാ വകുപ്പുകളും ആത്മാർത്ഥമായ സേവനം തന്നെയാണ് ശബരിമലയിൽ നൽകുന്നത്. ഇനി അങ്ങോട്ടേക്കുള്ള ദിവസങ്ങളിൽ മകരവിളക്ക് ദിവസവും അതിന് തൊട്ട് തലേന്നുള്ള 2 ദിവസങ്ങളിലും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം വിർച്വൽ ക്യൂവിൻ്റെയും അതുപോലെ തന്നെ സ്പോട്ട് ബുക്കിങ്ങിൻ്റെയും നമ്പറുകൾ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഭക്തജന തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അത് കൃത്യമായിട്ടുള്ള ആ നമ്പറുകൾക്ക് അനുസരിച്ചിട്ടായിരിക്കും ഭക്തജനങ്ങൾക്ക് ശബരിമലയിലേക്ക് പ്രവേശനം ഉറപ്പാക്കുന്നത്. അപ്പോൾ സുരക്ഷിതമായിട്ടുള്ള ഒരു മകരവിളക്ക് ഉത്സവം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം നടപ്പിലാക്കുന്നത്. മണ്ഡല മകരവിളക്ക് സീസണിൽ ഈ വർഷം ഇതുവരെ 41 ലക്ഷത്തിലധികം തീർത്ഥാടകരാണ് ശബരിമലയിൽ ദർശനം നടത്തിയത്. പ്രതിദിനം ശരാശരി 90,000-ഓളം തീർത്ഥാടകരാണ് മല ചവിട്ടിയത്. പല ദിവസങ്ങളിലും തീർത്ഥാടകരുടെ എണ്ണം 1 ലക്ഷം പിന്നിട്ടിരുന്നു. ന്യൂസ് മലയാളം, സന്നിധാനം.